വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്നിച്ചുള്ള ഒരു യാത്രയിൽ അബൂ മൂസൽ അശ്അരി സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് സ്വയം ഉരുവിട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ നിധിയെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അബൂ മൂസൽ അശ്അരി സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു, കേട്ടു. അത് കേവല വാക്കല്ല എന്നും, മറിച്ച് നിന്റെ ആഖിറത്തിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു വലിയ നിധിയാണ് എന്നുമുള്ള സുവിശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മഹാനായ സ്വഹാബിയിലൂടെ നമുക്ക് നൽകിയത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ പറഞ്ഞു, അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന വാക്ക് നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, എന്തുകൊണ്ടായിരിക്കും ഇത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല, ഹൗല് ഇല്ല. ഹൗൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്കുള്ള മാറ്റത്തിനാണ് ഹൗല് എന്ന് പറയുക. ആ മാറ്റത്തിനുള്ള കഴിവ്, ആ മാറ്റത്തിനുള്ള ശക്തി ഇല്ല. വലാ ഖുവത, ഒരു ശക്തിയും തന്നെ ഇല്ല, ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനല്ലാതെ. ഇതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ. അഥവാ ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ ഖുവത്ത് വേണം. ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട എന്ന് വെക്കുകയാണെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ ഖുവത്ത് വേണം. അള്ളാഹുവിൻ്റെ ഖുവത്ത് കൊണ്ടല്ലാതെ, ശക്തി കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നന്മ വരുത്തുവാനോ ഒരു തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനോ സാധ്യമല്ല എന്നർത്ഥം. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, മനുഷ്യരായ നമുക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഖ്ലൂഖുകൾക്ക്, സൃഷ്ടികൾക്ക് ആർക്കെങ്കിലും ഹൗലിനുള്ള കഴിവില്ല. നന്മ ആണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ നന്മ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൽ നിന്നാണ്. തിന്മയാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ തിന്മയിൽ നിന്ന് തടയാൻ, നന്മ നൽകാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ഹൗലും ഖുവ്വത്തും ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ളതാണ് ഹൗല്. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആകമാനം നമുക്ക് ആവശ്യമുള്ള എല്ലാറ്റിനുമുള്ള പവറാണ്. ഇത് അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവിന് മാത്രമാണ്. ഫലാ ഹൗല ഫീ ദഫ്ഇ ശർ വലാ ഖുവ്വത അലാ തഹ്സീലി ഖൈർ ഇല്ലാ ബില്ലാഹ്. ഫലാ ഹൗല ഫീ ദഫ്ഇ ശർ, നിങ്ങൾക്കുള്ള ഒരു തിന്മ, ഒരു പ്രയാസം മാറ്റാനുള്ള ഹൗൽ, ആ മാറ്റാനുള്ള ശക്തി, അതുപോലെ വലാ ഖുവ്വത അലാ തഹ്സീലി ഖൈർ, ഒരു ഖൈറ്, ഒരു നന്മ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ്, ശക്തി ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ. മറ്റൊരു ശക്തിക്കും അത് സാധ്യമല്ല. എന്ത് പേര് വിളിച്ചാലും, എന്ത് പേര് പറഞ്ഞാലും മറ്റൊരു ശക്തിക്കും നിങ്ങൾക്കുള്ള ഒരു നന്മ കൊണ്ടുവരാൻ സാധ്യമല്ല. നിങ്ങൾക്ക് ബാധിച്ചിട്ടുള്ള ഒരു ആപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താനും സാധ്യമല്ല. ഒന്നുകൂടി വിശദീകരിച്ചാൽ, നമ്മുടെ ദുർബലതയെ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദുർബലത, നാം ഒന്നുമല്ല.
നമ്മുടെ പവർ, നമ്മുടെ ശക്തിയും ഒക്കെ നമ്മുടെ റബ്ബുമായി ബന്ധപ്പെടുത്തുമ്പോൾ മാത്രമാണ്. റബ്ബാണ് നമ്മുടെ ശക്തി. ഒന്നുകൂടി പറഞ്ഞാൽ ഈ വാക്ക് നമ്മൾക്ക് വിനയമുണ്ടാക്കും. ഞാനൊന്നുമല്ല, ഞാൻ വട്ടപൂജ്യമാണ്. നമുക്ക് ഖുശൂഉണ്ടാക്കും, അള്ളാഹുമായുള്ള ശക്തമായ ബന്ധമുണ്ടാക്കും ഈ വാക്ക്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ടാണ് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കായി മാറിയത്. നമ്മൾ അറിയണം, അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിക്കോ ഏതെങ്കിലും ഒരു പടപ്പിനോ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ഹൗലിനോ ഖുവത്തിനോ സാധിക്കുമെന്ന് നാം വിശ്വസിച്ചു പോയാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. സഹോദരങ്ങളെ, പുറത്താണ്. അഹബ്ബുൽ കലാമി ഇലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് സുബ്ഹാനല്ലാഹ് ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധിപ്പെടുത്തും. ലാ ശരീക ലഹു, ഇല്ല, അവന് പങ്കുകാരേ ഇല്ല. ഒരു നിലക്കുള്ള പങ്കുകാരനും റബ്ബിനില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, എല്ലാ അവകാശങ്ങളും ഉടമാവകാശങ്ങളും അധികാരങ്ങളും അവന് മാത്രമാണ്. അവനാണ് സ്തുതിക്കപ്പെടേണ്ടവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ മാത്രമാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്. നന്മകൾ നൽകാൻ, തിന്മകൾ തീർക്കാൻ റബ്ബിന് മാത്രമേ സാധിക്കൂ സഹോദരങ്ങളെ. ഇതാണ് നമ്മുടെ ശക്തി, ഇതാണ് നമ്മുടെ പവർ. ഇത് നമ്മൾ തെന്നിപ്പോകരുത്, തെറിച്ചു പോകരുത്, മാറിപ്പോകരുത്. ആര് മാടി വിളിച്ചാലും, എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ കെട്ട് കഥകൾ നമ്മൾ കേട്ടാലും, എത്രയെത്ര ഐതിഹ്യങ്ങൾ നാം വായിച്ചാലും ശരി, നമ്മുടെ ശക്തി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സഹോദരങ്ങളെ, ഇത് നമ്മൾ എപ്പോഴൊക്കെ പറയണം. നമ്മുടെ ഉള്ളിൽ ഈ വികാരം ഉണ്ടാകണം. അതോടൊപ്പം എപ്പോഴൊക്കെ പറയണം. ഒന്ന്, നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ നിഅമത്തുകൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനോടുള്ള ശുക്ർ, നന്ദി എന്ന നിലക്ക് ഇത് പറയണം. സൂറത്തുൽ കഹ്ഫ് എല്ലാവരും ഓതിയല്ലോ അല്ലേ? സൂറത്തുൽ കഹ്ഫില് 32 മുതൽ 44 വരെയുള്ള വചനങ്ങളിൽ 2 തോട്ടക്കാരുടെ കഥ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. അതിലൊരു തോട്ടക്കാരന് 2 മനോഹരമായ തോട്ടങ്ങളുണ്ടായിരുന്നു. രണ്ടാമത്തവന് ചെറിയ തോട്ടമുണ്ടായിരുന്നു. പക്ഷെ ഈ മനോഹരമായ വലിയ തോട്ടമുള്ള തോട്ടക്കാരൻ വിചാരിച്ചത്, ഇതൊക്കെ എൻ്റെ സാമർഥ്യമാണ്, എൻ്റെ പ്ലാനിങ് ആണ്, എൻ്റെ കഴിവാണ്, ഞാൻ ഈ തോട്ടത്തെ നന്നായി ശുശ്രൂഷിച്ചത് കൊണ്ടാണ്. അള്ളാഹു ആ മനുഷ്യനെ പാഠം പഠിപ്പിച്ചു, അവന്റെ തോട്ടം നശിപ്പിച്ചു. രണ്ടാമത്തെ ആളും ഇവനും കൂടി ഇവന്റെ തോട്ടത്തിലേക്ക് കയറി വരുന്ന ഒരു രംഗമുണ്ട്. അള്ളാഹു പറയുന്നുണ്ട്, ആ രണ്ടാമത്തെ മനുഷ്യൻ, ദുർബലനായ പാവപ്പെട്ട മനുഷ്യൻ, ചെറിയ തോട്ടത്തിന്റെ ഉടമ വലിയ തോട്ടക്കാരനോട് പറയുന്നുണ്ട്, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നീ നിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് നീ പറയണ്ടേ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇതെനിക്ക് ലഭിച്ചത്, അള്ളാഹുവിന് മാത്രമേ ഇതൊക്കെ നൽകാനുള്ള ശക്തിയുള്ളൂ എന്ന് നീ പറയേണ്ടിയിരുന്നു. എന്തേ പറയാതിരുന്നത്? അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അപ്പൊ ശ്രദ്ധിക്കുക, ഏത് തരം നിഅമത്തായാലും, നമ്മുടെ കച്ചവടമാകട്ടെ, ജോലിയാകട്ടെ, വീടാകട്ടെ, സന്താനങ്ങളാകട്ടെ, എന്ത് നിഅമത്തുകളാണോ നാം അനുഭവിക്കുന്നത്, നമുക്ക് പറയാനാവണം, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തേത് നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടാണ്, പ്രത്യേകിച്ച് അന്നവുമായി ബന്ധപ്പെട്ട്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നമുക്ക് അന്നം നൽകുന്നത് ആരാ? ഭക്ഷണം നൽകുന്നത് ആരാ? നിങ്ങൾ ആലോചിച്ചു. ആ ഫളിനെ നമ്മൾ അംഗീകരിച്ചേ തീരൂ. അള്ളാഹു മാത്രമാണ് റസാഖ്, അള്ളാഹു മാത്രമാണ് നൽകുന്നവൻ. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, മൻ അകല തആമൻ ثم قال الحمد لله الذي أطعمني هذا الطعام ورزقنيه من غير حول مني ولا قوة غفر له ما تقدم من ذنبي. ഒരാൾ ഭക്ഷണം കഴിച്ചു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹ്,
അല്ലദീ അത്അമനി ഹാദാ തആം, ഈ ഭക്ഷണം എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി. വല്ലാത്ത വാക്കാണ്. ഉള്ള ഒരുപാട് ആളുകളുണ്ട് തിന്നാൻ കഴിയാത്തവർ. ഇല്ലാത്തവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. തീന്മേശ നിറയെ വിഭവങ്ങൾ ഒരുക്കാൻ കഴിവുള്ള പലരുമുണ്ട്, പക്ഷെ അവർക്ക് കഴിക്കാൻ പറ്റൂല. അതാണ് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ തആം വറസഖനിഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, എന്റെ ശക്തിയോ എന്റെ സാമർഥ്യമോ ഇല്ലാതെ എനിക്ക് ഈ റിസ്ക് കൊണ്ടുവന്ന റബ്ബേ അൽഹംദുലില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. മൂന്നാമത്തെ രംഗം സഹോദരങ്ങളെ, മുഅദ്ദിൻ അദാൻ വിളിക്കുമ്പോഴാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ പറഞ്ഞത്? ഹയ്യ അലസ് സ്വലാഹ് എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പറയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, നീ എനിക്ക് ശക്തി നൽകിയതെങ്കിലല്ലാതെ, നീ എനിക്ക് കഴിവ് നൽകിയല്ലാതെ എനിക്ക് ആ നമസ്കാരത്തിലേക്ക് പോകാനൊക്കില്ല. ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരും എന്ന് പറയുമ്പോൾ നമ്മൾ പറയുകയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഫലാഹ ഇല്ലാ ബിതൗഫീഖിക യാ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ സാധ്യമല്ല. ഒരു വിജയത്തിലേക്കും ഞാൻ എത്തുകയില്ല. നാലാമത്തെ രംഗം സഹോദരങ്ങളെ, ദുആ ആരംഭിക്കുമ്പോൾ നോക്കൂ, ദുആ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതീക്ഷയാണ് ദുആയുടെ അടിസ്ഥാനം. ആഗ്രഹം, പ്രതീക്ഷ. അതാണ്. പ്രതീക്ഷയില്ലാതെ ആരും ദുആ ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരാൾ വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, അല്ലിംനി ദുആഅൻ അഖൂലുഹു, റസൂലേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ, ഈ വന്ന മനുഷ്യന്, അല്ലമഹു കലിമാത്തുൽ ഹംദി വസ്സനാഇ അലല്ലാഹ്, പ്രാർത്ഥന തുടങ്ങുമ്പോഴുള്ള കുറെ ഹംദുണ്ട്, അള്ളാഹുവിനെ സ്തുതിക്കുക, പുകഴ്ത്തുക, അതിനുള്ള കുറെ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ് എന്നൊക്കെയുള്ള കുറെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു. വമിൻഹ, അതിൽപ്പെട്ടതായിരുന്നു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ എന്ത് വേണം? വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് കേട്ടപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, ഹൗലായി റബ്ബി ഫമാലി, റസൂലേ, ഇതൊക്കെ എന്റെ റബ്ബിനുള്ളതാണ്. റബ്ബിനെ പുകഴ്ത്തലും പ്രശംസിക്കലും ഒക്കെ എനിക്കെന്താ ഉള്ളത്? അപ്പൊ അത് കഴിഞ്ഞിട്ട് റസൂല് പഠിപ്പിച്ചു, ഇങ്ങനെ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഹ്ദിനി വർസുഖ്നി. അല്ലാഹുമ്മ ഗ്ഫിർലി പറയണ്ടല്ലോ അർത്ഥം. വർഹംനി 2, വഹ്ദിനി മൂന്നാമത് കിട്ടേണ്ടത് ഹിദായത്ത്, വർസുഖ്നി മതി. നിങ്ങൾ ആലോചിക്കൂ, അതിലുള്ളത് എന്താ? തുടങ്ങിയത് ലാ ഹൗല വലാ ഖുവത. കാരണം എന്താ അറിയോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നത് എല്ലാ നന്മയുടെയും കവാടമാണ്. എല്ലാ നന്മയുടെയും കവാടം. ആ ഒരു ചിന്ത, ആ തൗഹീദിന്റെ ശക്തമായ ഒരു തോന്നൽ, ഒരു 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 ഉൾവിളി, അത് നമ്മളുടെ ഉണ്ടാകും. അപ്പോഴാണ് അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുക. അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ വർദ്ധിപ്പിക്കണം എന്ത്? ലാ ഹൗല വലാ ഖുവത ഇല്ല. വർദ്ധിപ്പിച്ചാൽ പോരാ, അത് നമ്മുടെ കൂടെ ഉണ്ടാകാൻ എപ്പോഴും. ഇനി മുതൽ, ഇത് കേട്ടത് മുതൽ എപ്പോഴും നമ്മൾ വെറുതെ ഇരിക്കണ്ട. നമ്മുടെ നാവുകൾ മന്ത്രിക്കട്ടെ ലാ ഹൗല വലാ ഖുവത ഇല്ല. പ്രത്യേകിച്ചും ചില സ്ഥലങ്ങൾ, ആവർത്തിച്ചു പറയേണ്ട ചില സ്ഥലങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്ന് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിജയം വരുമ്പോൾ നന്ദി സൂചകമായി പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, പ്രയാസം വരുമ്പോൾ സഹായത്തിനുള്ള അപേക്ഷയായി പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രയാസം വരും, എനിക്കൊന്നും കഴിയില്ല എന്നുള്ളത് തന്നെ. മൂന്നാമതായി സഹോദരങ്ങളെ, വിഷമം വരുമ്പോ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ, അള്ളാഹുവിൽ ഏൽപ്പിക്കാൻ, അള്ളാഹുവിൽ പരമേൽപ്പിക്കാൻ നമ്മൾ പറയണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാലാമത്തേത് സഹോദരങ്ങളെ, സുഖസൗകര്യങ്ങൾ വരുമ്പോൾ, വല്ലാതെ കിട്ടുമ്പോൾ ഇത് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. അനുഭവിക്കേണ്ട സുഖസൗകര്യങ്ങൾ, അത് പറഞ്ഞാൽ അള്ളാഹു ആ സുഖസൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ വർദ്ധിപ്പിച്ചു തരും. അഞ്ചാമതായി സഹോദരങ്ങളെ, പ്രതികൂല സാഹചര്യങ്ങളിൽ
അള്ളാഹു നമ്മളിത് പറഞ്ഞാൽ പ്രതികൂലമാണ് സാഹചര്യം, ഒന്നും നടക്കണില്ല, മനസ്സിലായില്ലേ? അപ്പൊ ഇത് പറഞ്ഞാൽ അള്ളാഹു തന്റെ കാരുണ്യം കൊണ്ട് നമ്മളെ വലയം ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതത്ര ശക്തിയുള്ള. ഏറ്റവും അവസാനമായി സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴാലായി റസൂലുള്ളാഹിന്റെ വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല ഇദാ ഖറജ മിൻ ബൈതിഹി ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ ആ ശക്തി മനസ്സിലാവും. ഇത് പറഞ്ഞാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ യുഖാലു ലഹു, അവനോട് പറയപ്പെടും, കുഫീത വബുഖീത, നിനക്ക് അവൻ മതി, നീ അള്ളാഹനെ ഏൽപ്പിച്ച്, നിനക്ക് അള്ളാഹു മതി, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവിന്റെ വലിയ സംരക്ഷണം നിന്നെ വലയം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമല്ല വതനഹ അൻഹു ശൈത്താൻ, പിശാച് അവൻ നകന്നു പോകും. നോക്കൂ എത്ര സ്ട്രോങ് ആണ് ഈ സാധനം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ഇങ്ങനെ ജീവിക്കുന്ന മഹത്തുക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.